വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ആൻഡ് ഇന്ന് ഞാൻ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ആൻഡ് ഇന്ന് സ്റ്റഡി വ്ളോഗും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. ഇന്ന് വേറൊരു വ്ളോഗാണ്. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്ഥലത്ത് ഞാൻ വന്നു, അതിൻ്റെ വ്ളോഗാണ്. ആൻഡ് ഇത് ഞാൻ ഇതിന് മുന്നേ ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അനിയനാണ്, അവനും എൻ്റെ കൂടെ ഉണ്ട്. സോ ലെറ്റ്സ് എക്സ്പ്ലോർ. ഇത് എൻ്റെ അമ്മൂമ്മ വീടാണ്. ഞാൻ കൊച്ചിലേക്ക് ഇവിടെ ആയിരുന്നു കേട്ടോ. അമ്മൂമ്മയുടെ വീടാണ്. സോ അമ്മൂമ്മ ഇപ്പം ഇല്ല, ഹോസ്പിറ്റലിൽ പോയിരിക്കുവാണ്. അപ്പം ഞാൻ കരുതി വെറുതെ ഒരു വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന്. അമ്മൂമ്മ, ഞാൻ, അപ്പൂപ്പൻ, അങ്ങനെ കുറേ പേരുണ്ട് ഇവിടെ. അപ്പൂപ്പൻ ഇപ്പോൾ കടയിൽ പോയി, ആരുമില്ല. ചുരുക്കം പറഞ്ഞ് ഇപ്പം ഇവിടെ ആരുമില്ല. പിന്നെ ഞാൻ കാണിച്ചു തരാം ഇവിടുത്തെ വിശേഷങ്ങളും. ഞങ്ങൾക്കൊരു കുടുംബക്ഷേത്രം ഉണ്ട്, ഞാൻ അത് കാണിച്ചു തരാം. ഇതിൻ്റെ ബാക്കിലൊരു ആറുണ്ട്, അത് കാണിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഞങ്ങളങ്ങനെ അങ്ങോട്ട് വിടാറില്ല, ആറിൻ്റെ ആ ഒരു ഭാഗത്തായതുകൊണ്ട് വിടാറില്ല. പാമ്പൊക്കെ ഉണ്ടെന്ന് പറയണേക്കാറുണ്ട്. സോ അതുകൊണ്ട് വിടാറില്ല. അപ്പം നമുക്ക് കാണിച്ചെടുക്കാം അല്ലേ? ഓക്കെ ഗൈസ്. സോ ഗൈസ്, നമ്മൾ ഈ ഒരു കുണ്ടും കുഴിയൊക്കെ താണ്ടി ഒരു സ്ഥലത്തോട്ട് പോവാണ്. നിങ്ങൾക്ക് ഈ ചെടി ഓർമ്മ, അയ്യോ ഞാൻ എന്താ വീണ്, കുഴപ്പമില്ല. നിങ്ങൾക്ക് ഈ ചെടി ഓർമ്മയുണ്ട്? ഇതിൽ മറ്റേ ഒരു റെഡ് കളർ കാ വരും. ഞാനൊക്കെ കൊച്ചിലെ ആണെങ്കിൽ ഇതിലൊരു റെഡ് കളർ കായുണ്ട്. അതെടുത്ത് കയ്യിൽ തേക്കുമ്പോൾ ബ്ലഡ് കണക്കിക്കുക. അപ്പോൾ ഞാൻ അമ്മയോട് പറയും എൻ്റെ കൈ മുന്നും ബ്ലഡാണ് എന്നൊക്കെ. പിന്നെ അമ്മയ്ക്ക് എന്നെക്കാട്ടും ബുദ്ധി ഉള്ളതുകൊണ്ട് അമ്മ അതൊന്നും വിശ്വസിക്കാറില്ല. അങ്ങനെ ഇവിടെ ഇഷ്ടംപോലെ ചെടികളൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ കപ്പയില്ലേ, മരിച്ചിന്, അതിങ്ങനെ നട്ട് വെച്ചേക്കാം. അതും വാഴും. അങ്ങോട്ടുള്ളതൊക്കെ കാട്ടുചെടിയാണ്. ആ ഒരു റെഡ് കളർ കണ്ടില്ല, അത് ഞങ്ങളുടെ ഇവിടെ 2 പേരിൽ പറയും. 6 മാസ ചെടി എന്നും പറയും, അതേപോലെ കൃഷ്ണകിരീടം എന്നും പറയും. നിങ്ങളുടെ അവിടെ എന്താ പറയുന്നതെന്ന് പറയണേ. ഇതോ ഒരു റെഡ് കളർ ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ഈ റെഡ് കളർ ഇതില്ലേ, അതന്നെ. ആൻഡ് കുറേ കാട്ടുചേമ്പുണ്ട്, അതൊന്നും നോക്കണ്ട, അത് നല്ല ചേമ്പല്ല, കാട്ടുചേമ്പ. സോ നമുക്ക് നേരെ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തോട്ട് പോവാം. ഓക്കെ, നമ്മളിങ്ങനെ നടന്ന് ഒരു സ്ഥലത്തെത്താൻ പോവാണ്. എൻ്റെ അമ്മയുടെ ഫേവററ്റ് പ്ലേസാണ്. വീട്ടിൽ തന്നെ എൻ്റെ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം. അമ്മ എല്ലാ ദിവസവും വരും, മുടങ്ങാതെ വരും. സോ സ്ഥലം എത്തി. കുപ്പിയല്ല കേട്ടോ, ഇത് ഞങ്ങളുടെ കുടുംബക്ഷേത്രമാണ്. കുറേ നാളെ, അതായത് അമ്മയുടെ അമ്മ എന്തോ ഉള്ള സമയം തൊട്ടേ ഉള്ളൊരു കുടുംബക്ഷേത്രമാണ്. ദുർഗാദേവിയാണ് കേട്ടോ പ്രതിഷ്ഠ. ഇതിൻ്റെ അകത്തിന് വേറെയും ആൾക്കാരുണ്ട്. സോ ഇതാണ് അതിൻ്റെ ഒരു ആംബിയൻസ്. നല്ല രസമുണ്ട്. എൻ്റെ അമ്മയുടെ ഫേവറേറ്റ് പ്ലേസാണ്. അമ്മ എല്ലാ ദിവസവും വന്ന് വിളക്കൊക്കെ കൊളുത്തും. പിന്നെ എനിക്ക് തോന്നുന്നു ഇവിടെ ഈ അമ്പലത്തിനെക്കാട്ടും പഴക്കമുള്ള ഒരു മരമുണ്ട്, അതാ കണ്ടില്ലേ, ആണെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. നമ്മുടെ അയണിയാണ്, ഭയങ്കര പൊക്കത്തിലൊക്കെ നിൽക്കുവാണ്. വേറൊന്നും ഉണ്ടായിരുന്നു, അത് ഒടിഞ്ഞു പോയി. വേറൊരു അയണി, അത് ഒടിഞ്ഞു പോയി. ഇത് കുഴപ്പമില്ല. അപ്പം ഇതാണ് കേട്ടോ അമ്പലം. ഇവിടെ എൻ്റെ അമ്മ ദിവസം വരും. ഞാൻ എല്ലാ ദിവസവും എനിക്ക് വരാൻ പറ്റാറില്ല, പക്ഷെ അമ്മ എല്ലാ ദിവസവും വരും. പിന്നെ ഇവിടെ ഒരു പുളിഞ്ചി മരം നിൽക്കുന്നതാണല്ലേ, ഒരു പുളിഞ്ചി മരം ഉണ്ട്. പിന്നെ സൈഡൊക്കെ ഇതുപോലത്തെ പുല്ലും കാര്യങ്ങളൊക്കെ ആണ്. പക്ഷേ എനിക്ക് പണ്ട് നമ്മുടെ കുറച്ച് ചെടിയൊക്കെ ഉണ്ട്. ജാമ്പയ്ക്ക് നിൽക്കുന്നു, കണ്ടില്ലായിട്ട് ഇത് ജാമ്പയ്ക്കാണ്. പിന്നെ അങ്ങനെ തുളസി അങ്ങനെയുള്ള കുട്ടി ചെടി നിർത്തിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അങ്ങോട്ട് ഈ ഒരു ഇടവഴി കൂടി പോയി കഴിഞ്ഞാൽ ഫുൾ കുറേ പറമ്പാണ്. അത് ഫുൾ ഇപ്പോൾ കാട് പിടിച്ച് കിടക്കണം. സോ അവിടെയാണ് പറയുന്നത്. അതിൻ്റെ അങ്ങോട്ട് ഫുൾ കാടും അതുപോലെ കുറച്ചും കൂടി അപ്പുറത്ത് വയ്ക്കുന്ന ആളാണ്. പക്ഷേ എന്നെ അങ്ങോട്ട് വിടുമെന്ന് എനിക്ക് അറിയത്തില്ല. വിടുവാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പെർമിഷൻ എടുത്തിട്ട് വേണം എനിക്ക് അങ്ങോട്ട് പോകാൻ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് വിടും കേട്ടോ. പിന്നെ കണ്ടില്ലേ, ഇതാണ് ആറ് നല്ല ഭയങ്കര രസമാണ്. സത്യം നല്ല രസമാണ്. എങ്ങനെ കൈ കാലൊക്കെ പിടിച്ച് ഞാൻ പെർമിഷൻ എടുക്കാൻ നോക്കാം. കണ്ടില്ലേ, ഇതാണ് കേട്ടോ മരങ്ങളൊക്കെ. നല്ല ഭംഗിയിൽ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നെ പറ്റുന്ന ദിവസമൊക്കെ ഞാൻ ഇവിടെ വന്നിരിക്കാറുണ്ട്. മെയിനായിട്ട് എൻ്റെ അനിയൻ, അവനാണ് ഇപ്പോഴും ഇവിടെ വരുന്നത്. മീൻസ് ഞങ്ങൾ 3 2 അവനാണ് ഇവിടെ കൊടുത്തൊക്കെ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇനി നേരെ വേറെ കുറച്ച് കാര്യങ്ങൾ കാണാം. ഓക്കെ, നമ്മൾ പെർമിഷൻ കണ്ടിട്ടില്ല കേട്ടോ. എന്നാൽ എനിക്ക് കൊതുങ്ങ് അത് കാണിച്ചു തരാം. എൻ്റെ അപ്പുറത്തോട്ട് എനിക്ക് തള്ളിയിട്ട് ഉറപ്പാണ്. അത് ഞാൻ വരും ആ ഒരു വഴിയും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇതാണ് നമ്മൾ കുറിച്ചാലും കയറുന്നില്ല. ഇതാണ് കേട്ടോ നമ്മുടെ അമ്പലത്തിൻ്റെ അടുത്ത ഭാഗം. കണ്ടില്ലേ, ഇത് ആക്ച്വലി നമുക്ക് ഇപ്പം നമ്മൾ വിഗ്രഹമൊന്നും വെച്ചിട്ടില്ല, അല്ലാണ്ടാണ്. സോ അത്യാവശ്യം പഴക്കമുള്ള അമ്പലമാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ കേട്ടോ. ഓക്കെ, ഇതിൻ്റെ അപ്പുറത്തൊരു ഫ്ലാറ്റ് ഉണ്ടല്ലോ, ഒരു ഫ്ലാറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ പെർമിഷൻ വാങ്ങി അപ്പം കടയിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് പോയി കാണിച്ചു തരാം നിങ്ങൾക്ക്. ഫുള്ള് നമ്മുടെ കാടും അങ്ങനെയാണ്. ഇതാണ് സ്ഥലം. ഇത് ഈ ഒരു വഴി കൂടി കാണുന്നത്. ഈ വഴി വേണം നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആളാണ്. പക്ഷെ എന്നെ അങ്ങോട്ട് വിടത്തില്ല കേട്ടോ. നല്ല രസമാണ് ഇവിടെ. നിങ്ങൾക്ക് പക്ഷികളൊക്കെ ശബ്ദം കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷികളൊക്കെ അങ്ങനെ കേട്ടോ.
ആൻഡ് ഇതെൻ്റെ കളക്ഷൻസ് അല്ല, എൻ്റെ പാവക്കുട്ടി കളക്ഷൻസ് ഒന്നുമല്ല, ഇത് എൻ്റെ അമ്മുമ്മയുടെ കളക്ഷൻസാണ്. അതായത് അമ്മുമ്മ ഇങ്ങനെ ഓരോ ഉത്സവത്തിനും കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ മേടിച്ച് വെക്കുന്ന സാധനങ്ങളാണ്. ഈ ഒരു ആന, ഇതൊക്കെ പണ്ടത്തെയാണ്, പണ്ട് അമ്മമ്മ എപ്പോഴോ പോയപ്പോൾ മേടിച്ചതാണ്. ആനയും നെറ്റിപ്പട്ടും പാവയും ഒക്കെ. പിന്നെ ഈ ഇരിക്കുന്ന ആരാന്ന് മനസ്സിലായി, ഞാനാണേ. ഇവിടെ കാണാമോ നിങ്ങൾക്ക്? ഇത് ആക്ച്വലി ഞാനാട്ടോ, എൻ്റെ കുഞ്ഞിലത്തെ ഫോട്ടോയാണ്. ഇത് കണ്ടോ, ഇത് എൻ്റെ അമ്മ ഒരു ഇതേ സെയിം ഉത്സവത്തിനൊക്കെ പോയപ്പോൾ മേടിച്ച ആനയാണ്. കണ്ടോ, കൊള്ളാമോ? അതേപോലെ കുറേ കാര്യങ്ങൾ ഇവിടെ കണ്ടോ. ഒരു ഇതെന്തുവാ, താജ്മഹലാണോ? എന്തോ ഒരു മഹലാണ്. അതെ, താജ്മഹൽ അല്ല, ചാർമിനാർ. അയ്യോ സോറി ചാർമിനാറാണ്. ഇതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ പണ്ട് മേടിച്ച് വെച്ചതാണ് കേട്ടോ. പിന്നെ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ അമ്മ ഒന്ന് പറഞ്ഞു, ഇത് ആ കോഴിക്കുഞ്ഞിനെ കാണിക്കുന്നത് എന്തായാലും എടുക്കുമല്ലേ. അപ്പം ഞാൻ കരുതി കാണിക്കാൻ. കണ്ടില്ലേ, ഇത് ഈ അടുത്ത് മേടിച്ച കോഴിക്കുഞ്ഞാണ്. ആ മുകളിലിരിക്കുന്ന ആ ഒരു വലിയത് കോഴിയുടെ താറാവെന്ന് തോന്നുന്നു. എന്തായാലും അത് ഈ അടുത്ത് മേടിച്ച മറ്റേ പിങ്ക് കളറ് ഞാൻ കുഞ്ഞിലെ കളിക്കാൻ എടുത്തതാണ്. ഓക്കെ, അതെൻ്റെ പ്രോപ്പർട്ടിയാണ്. പിന്നെ ഞാൻ അമ്മയ്ക്ക് കൊടുത്തത്. ഇതൊക്കെ കണ്ടില്ല, ഇതൊക്കെ ഓരോ സ്ഥലത്തും ഇപ്പോഴത്തും മിനുക്കും കാറ്റാടിയും പൂമ്പാറ്റയൊക്കെ പറിച്ചോണ്ടത് വാങ്ങിച്ചോണ്ട് വരും കേട്ടോ. പിന്നെ ഇതാ ഈ ആനയെ കണ്ടില്ലേ, പണ്ട് നമ്മൾ പറയൂലേ ഈ തറവാട്ടിലൊക്കെ ഒരു ആന ഉള്ളത് നല്ലതാണ്. അന്ന് എൻ്റെ അമ്മയ്ക്ക് ആന വാങ്ങാൻ, മീൻസ് ഒരു ആനയെ വാങ്ങാനുള്ള ഒരിതില്ലെങ്കിലും തറവാട്ടിലെ ആന, ഞങ്ങളുടെ തറവാട്ടിലെ ആന ഇതാട്ടോ. ഇത് പണ്ട് ഇങ്ങനെ മേടിച്ച് വെച്ചാണ്. ഇതെല്ലാം പണ്ടത്തെ, ഇനി പണ്ട് എന്ന് പറഞ്ഞ് സത്യമായിട്ടും പണ്ടത്തെ ആയതുകൊണ്ടാണ്. ഇതൊക്കെ പണ്ടത്തെ സാധനങ്ങൾ എല്ലാം അമ്മൂമ്മ ഇങ്ങനെ മേടിച്ച് വെച്ചിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഈ ക്ലോക്കൊക്കെ പുതിയത് ഞാൻ പറഞ്ഞു, ഈ ആനയുടെ പരമ്പര. ഇതൊക്കെ ഈ ആനയുടെ പരമ്പര താഴെ ഒരു ഇത് കാണിച്ചത്, അത് എൻ്റെ അമ്മൂമ്മയുടെ ക്രിയേറ്റിവിറ്റിയാണ്. ഓക്കെ, ഇത് വന്നിട്ട് നമ്മുടെ മറ്റേ തുണിയൊക്കെ നനയ്ക്കുന്ന ക്ലിപ്പില്ലേ, അത് കണ്ടോ. ഈ സാധനം ഇങ്ങനെ പിരിന്ന് വരുന്ന കണ്ടപ്പോൾ അമ്മ എല്ലാം കൂടെ പിടിച്ച് ഇതിട്ട് ക്ലിപ്പിട്ട് വയ്ക്കും. കണ്ടോ, ഇങ്ങനെ ക്ലിപ്പിട്ട് വയ്ക്കും. ഇതൊക്കെയാണ് എൻ്റെ അമ്മയുടെ ഹോബി. വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ അങ്ങ് ചെയ്തോളൂ. ഓക്കെ, ഇതാണ് നമ്മുടെ ആന, എൻ്റെ വീട്ടിലെ ആന. പോരെ, അടുത്തത്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ അതാ ഇപ്പോൾ ഒരു തോട് കാണാനൊക്കെ പോവുകയാണ്. മീനൊന്നുമില്ല. അപ്പോൾ നമ്മളതാ നേരെ അങ്ങ് പോവുകയാണ്. തോടല്ല, ചെറിയൊരു ഇങ്ങനെ കനാല് പോലെ. കനാല് പോലെ ഒരു സാധനം. ഇവിടെ കമ്മ ചെടി നട്ട് വെച്ചിട്ടുണ്ട്. കണ്ടോ. ഇത് നമ്മുടെ പുളിമരമാണ്. നമ്മുടെ പുളിമരം കണ്ടില്ലേ, ഇത് പുളിമരമാണ്. അത്യാവശ്യം നല്ല വലുതാണ്. ഞാൻ ചെറുപ്പം തൊട്ട് കാണുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ പുളിയൊക്കെ എടുക്കുക. ഇങ്ങനെ പുളിക്കൊരു സീസൺ ഉണ്ടോയെന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും ഒരു സമയത്ത് ഞങ്ങൾക്ക് നല്ല പുളി കിട്ടുമായിരുന്നു. ആ സമയത്ത് അമ്മമ്മ എടുത്ത് ഉണക്കിയൊക്കെ വെക്കും. അങ്ങനെ എൻ്റെ അയ്യ പറഞ്ഞിട്ട് ഇവിടെ എത്തുമ്പോൾ ഞാൻ സംസാരിക്കും. അപ്പോൾ ഇവിടെ ചെറുതായിട്ട് ഒരു ശബ്ദം കേൾക്കണം. നമ്മളെ ഡ്രാഗൺ കുട്ടിയതാണ്. ഇവിടെ ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ എല്ലാം കൂടെ ഇളകി ഇറങ്ങി. വവ്വാലാണ്. നമ്മൾ വവ്വാലില്ലേ, അതാണ് ഈ തോട്. അതായത് കൊള്ളത്തില്ല. ഈ കനാലാണെങ്കിലും ഇങ്ങനെ വേസ്റ്റൊക്കെ ഇടുന്ന അങ്ങനെയാണ്, കൊള്ളത്തില്ല. അപ്പം ഇതിൻ്റെ ആ ഒരു ഭാഗം കണ്ടില്ലേ, ആ ഒരു ഓട്ട പോലത്തെ അതിൻ്റെ അകത്തോട്ടാണെന്ന് തോന്നുന്നു ഇഷ്ടം പോലെ വവ്വാലുണ്ട്. സോ അതൊരു 6 മണിയൊക്കെ ആകുമ്പോൾ ഭയങ്കര ശബ്ദവും എല്ലാം കൂടി ഇളകി ചുറ്റി ഇങ്ങനെയൊക്കെ പറക്കും കേട്ടോ. സോ അത് കുറച്ച് നമുക്ക് പ്രശ്നമാണ്. പക്ഷെ എൻ്റെ അമ്മൂമ്മ അതും കണ്ടിട്ട് അങ്ങനെ ഭയങ്കര നിസ്സാരമായിട്ടൊക്കെ എടുക്കും കേട്ടോ. പിന്നെ നമുക്ക് ഇവിടെ ഒരു മറ്റേ നമ്മുടെ ആനമുന്തിരിയുടെ മരമുണ്ട്, കപ്പയ്ക്കുണ്ട്. പിന്നെ പിന്നെ മുരിങ്ങയ്ക്കൊക്കെ പണ്ട് ഇത് നല്ല കായൊക്കെ വരും. ഇപ്പോൾ കായൊന്നും ഇല്ലെങ്കിലും നമ്മൾ ഇലയൊക്കെ ഈ മുരിങ്ങയ്ക്കായിട്ട് പരിപ്പ് കറി വെക്കും. അപ്പോൾ അതിനൊക്കെ അമ്മമ്മ ഇവിടെ നിന്ന് പിച്ചിക്കൊണ്ട് പോകാറുണ്ട്. പിന്നെ കുറച്ചുകൂടെ അങ്ങോട്ട് പോയി ചെറിയൊരിതിൽ കുരുമുളക്, ആ ഒരിത് ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ഇനി അങ്ങോട്ട് പോകണവരെടുക്കണ്ടല്ലോ. ഈ ഒരിത് കുരുമുളകാണ്. ഈ പടർന്ന് കിടക്കുന്നുണ്ട്, ഇത് കുരുമുളകാണ് കേട്ടോ. ഞാൻ കുരുമുളകിനെ കാണിച്ചു തരാം. കണ്ടില്ലേ, ഇപ്പോൾ കുരുമുളകാണ്. പണ്ട് കാപ്പി ഉണ്ടായിരുന്നു, പക്ഷേ അത് മൊത്തത്തിൽ അങ്ങ് ഇല്ലാന്നോ കണ്ടെത്തിയല്ലേ. അപ്പോൾ അങ്ങനെ പോയി പറ്റിയിട്ട് കണ്ടില്ല നമ്മുടെ കുരുമുളകാണ്. നല്ല ഭംഗിയില്ലേ കാണാൻ. ഇതിങ്ങനെ ഇവിടെ ഒക്കെ ഉണ്ട്. ഇവിടെ ഉണ്ട് കുരുമുളക്. പിന്നെ അതുപോലെ ഇവിടെ കുരുമുളകുണ്ട്. മുകളിലോട്ട് കിടപ്പുണ്ട്, ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ കുരുമുളക്. ഇതാണ് നമ്മുടെ കാപ്പിച്ചെടി. ആക്ച്വലി ഇപ്പോൾ ഇത് കാപ്പിയില്ലാത്ത കാപ്പിച്ചെടി ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം പണ്ട് ഇതിൽ ഇഷ്ടംപോലെ കാപ്പി ഉണ്ടായിരുന്നു. ഇഷ്ടംപോലെ ഇങ്ങനെ എപ്പോൾ ഞാൻ പഴുത്ത് നിൽക്കും. ആൻഡ് ഈ കാപ്പിച്ചെടിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പൂ ഇങ്ങനെ പൂക്കുമ്പോൾ ഫുൾ മണം, നല്ല മണമെന്ന് പറഞ്ഞാൽ ഞാനൊക്കെ കൊച്ചിനെ ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നത് ഈ പൂക്കുന്ന ആ ഒരു മണം കിട്ടി എണീറ്റ് ദിവസമുണ്ട്. നല്ല മണമല്ലോ എന്ന് ഉദ്ദേശിച്ച് എണീറ്റ് ദിവസമുണ്ട് കേട്ടോ. ആൻഡ് കാപ്പി കുറച്ചിടെ അവിടെ ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. പണ്ടത്തെ അത്ര ഇല്ല കേട്ടോ, സത്യം പറഞ്ഞാൽ. അതെ കണ്ടില്ലേ, ഇതാണ് സാധനം. അതായത് പണ്ടത്തെ അത്ര വരുന്നില്ല ഇപ്പം, പക്ഷേ ഇതാണ് കേട്ടോ സാധനം.
പിന്നെ നമ്മുടെ വെള്ളത്തെറ്റിട്ടാണ്ട് ഇവിടെ വെള്ളത്തെറ്റി ഇത് നമ്മൾ വെള്ളത്തെറ്റിയിട്ട് അതാണ് അവിടെ നിന്ന് പോയി പറിച്ചുകൊണ്ട് തന്നെയാണ് വെള്ളത്തെറ്റിയാണ് ഇതും ഇവിടെ ഉണ്ടായിരുന്നു. ഇതും കാപ്പിയും കുരുമുളകും ഇവിടെ മെയിനായിട്ട്. പിന്നെ ഇപ്പോൾ അതൊന്നും ഇല്ല, ഇപ്പോൾ അതൊന്നും നോക്കാനൊന്നും ആരുമില്ല. അപ്പോൾ അങ്ങനെ അത് കുറേ അങ്ങ് പോയി. അപ്പോൾ ഞാൻ അമ്മമ്മയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ് കേട്ടോ. അപ്പം ഇറങ്ങുമ്പോൾ എനിക്ക് എപ്പോഴും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ തന്ന് വിടാറുണ്ട്. സോ ഇന്നിതാണ് കേട്ടോ ആപ്പിളാണ് തന്നു വിട്ടത്. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. പിന്നെ ഒരു സ്റ്റഡി വ്ളോഗും പുറകെ വരുന്നുണ്ട്. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ആൻഡ് അടുത്ത വീഡിയോ, അതായത് ഇനി ഒരു സ്റ്റഡി വ്ളോഗായിട്ട് വരുന്നുണ്ട്. സോ അതുവരെ ടാറ്റ, ബൈ ബൈ, സീ യു ആൻഡ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.